പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു. രാവും പകലുമില്ലാതെ അതുപോലെ ബുദ്ധിമുട്ടി വിഷമിച്ച് വളരെയധികം സമയം കൊടുത്ത് പലരോടും പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകളെ അനുഭവിച്ച് ഞാൻ പഠിച്ച് എനിക്ക് ജോലി കിട്ടി. ആ ജോലി ഉയർന്ന ജോലി നമുക്ക് കിട്ടി. അപ്പൊ എന്തുണ്ടായി? എൻ്റെതായിരിക്കുന്ന പ്രയത്നത്തിന്റെ ഫലമായി എനിക്ക് ജോലി കിട്ടി. അപ്പൊ ആ ജോലി കിട്ടുന്നവരെ പിന്നെ പഠിക്കുമോ? പിന്നെ നമ്മൾ പഠിക്കാനെങ്കിൽ പിന്നെ ആ ജോലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഈ എപ്പോഴാണോ നമ്മൾ നമ്മുടെ കർമ്മത്തിന്റെ ഫലത്തെ അനുഭവിക്കുന്നത് അതുവരെയാണ് നമ്മുടെ പ്രവർത്തനം ഉണ്ടാവുക. അങ്ങനെയുള്ള ഈ പ്രവർത്തനം നാം ഓരോരുത്തരും എന്റേതായ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ വിജയം കണ്ടെത്തിയാൽ ആ പ്രവൃത്തിയിൽ നാം അഭിമാനിക്കും. അഭിമാനം ഉണ്ടാവുക, അല്പ അഹങ്കാരം ഉണ്ടാവും. എന്താ? ഞാൻ എന്റേതായിരിക്കുന്ന കഴിവ് കൊണ്ട്, എന്റെ കഷ്ടപ്പാട് കൊണ്ട്, എന്റെ നിരന്തരമായിരിക്കുന്ന പ്രയത്നം കൊണ്ട് ഞാൻ നേടിയെടുത്തു എന്ന് നാം മനസ്സുകൊണ്ട് ഒന്ന് ഉയരും. ഇതിനെ അഹങ്കാരം എന്നാണ് പറയുന്നത്. നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നത് കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം എന്റേതായിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്റേതായിരിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മം അതിന്റെ ഫലം നമുക്ക് വിജയകരമായി ഭവിച്ചാൽ അവിടെ നമുക്ക് അഹങ്കാരം ഉണ്ടാകും. പരാജയപ്പെട്ടാൽ അഹങ്കാരം ഉണ്ടാവുകയില്ല. നമ്മുടെ പ്രയത്നം പരാജയപ്പെട്ടാൽ നമ്മൾ കണ്ടോ എന്റെ പ്രയത്നത്തിൻ്റെതായിരിക്കുന്ന ഗുണം അതിൽ നമ്മൾ അഭിമാനിക്കില്ല, അഹങ്കരിക്കുകയില്ല. നമ്മൾ അല്പം കുടിഞ്ഞ ശേഷത്തോടുകൂടി നടക്കും. അപ്പൊ എപ്പോഴാണോ നമ്മുടെ പ്രയത്നം വിജയത്തെ കൊള്ളുന്നത് ആ സമയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു വിശേഷമായിരിക്കുന്ന സ്വഭാവമാണ് അഹങ്കാരം.